പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അല്ലാഹുവിൻ്റെ ഹബീബ് സയ്യിദുൽ വജൂദ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മുടെ ഖൽബിലേക്ക് ദൃഢമൂലമായി കയറി കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ദുനിയാവിനോട് യാതൊരു വിധത്തിലുള്ള താല്പര്യവും ഉണ്ടാവുകയില്ല. ഈ കാലഘട്ടമെന്ന് പറഞ്ഞാൽ ആഖിറുസമാനിന്റെ കാലഘട്ടമല്ലേ. ഖിയാമത്ത് നാളിന്റെ പല അലാമത്തുകളും നമ്മൾ കണ്ടു തുടങ്ങിയില്ലേ. അവസാനത്തെ ഏതാനും ചില കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ കാത്തിരിക്കുകയല്ലേ. ഈ കാലഘട്ടത്തിൽ നമ്മൾക്ക് വിജയിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല മാതൃക, ഏറ്റവും നല്ല പണി എന്താണെന്നറിയോ? അത് സുന്നത്ത് ജമാഅത്തിന് വേണ്ടി പ്രവർത്തിക്കലാ. സുന്നത്ത് ജമാഅത്തിന് വേണ്ടി ജീവിതം ഹോമിക്കലാണ്. സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തന മേഖലകളിലേക്ക് നമ്മുടെ സമയത്തെ ചെലവഴിക്കലാണ്. നിങ്ങൾക്കറിയുമോ, ഞാൻ നിങ്ങൾക്കതിനൊരു ഉദാഹരണം പറഞ്ഞു തരാ. സ്വഹാബിയല്ല, താബിഈയല്ല, തബഉ താബിഈങ്ങളിൽ പെട്ടവരല്ല, പിന്നെയോ നമ്മുടെ കാലഘട്ടക്കാരനായ ഒരു ചെറുപ്പക്കാരനാണ്. ഇന്ന് ഖബറിലാണ്. ആരാണെന്നറിയുമോ? കൊല്ലം ജില്ലയുടെ മുൻ ജില്ലാ സെക്രട്ടറിയായിരുന്ന മുനീർ പാലക്കൽ എന്ന് പറയുന്ന സഹോദരന് ഓർമ്മയുണ്ടോ? പ്രിയപ്പെട്ടവരെ, ആ ഒരു ജീവിതകാലത്ത് അദ്ദേഹം ചെയ്തതായ ദഅവത്ത് അത് വലിയ പ്രാധാന്യമുള്ളതാണ്. എന്തേ കാരണം എന്നറിയോ? അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ സിംഹഭാഗവും അദ്ദേഹം മാറ്റിവെച്ചത് സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തനങ്ങൾക്കാണ്. സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തനങ്ങളിൽ അദ്ദേഹത്തിന്റെ ജീവിതത്തെ മാറ്റിവെച്ചപ്പോൾ അദ്ദേഹത്തിന് കിട്ടിയ ഏറ്റവും വലിയ ഗുണമെന്താണെന്നറിയോ? അദ്ദേഹം മരണപ്പെട്ടപ്പോൾ സാദാത്തുക്കളുടെ നേതൃത്വത്തിലാണ് ജനാസ നിസ്കാരത്തിന് നേതൃത്വം നൽകിയത്. അലിമീങ്ങൾ വന്നു, ഉലമാ വന്നു, സാധാരണക്കാര് വന്നു. ഏതൊരാളും കൊതിക്കുന്ന രൂപത്തിലാണ് അദ്ദേഹത്തിന്റെ മരണം നടന്നത്. എന്തേ കാരണം? മുനീർ സാഹിബിന്റെ ജനാസ നോക്കുമ്പോ, മയ്യത്തിന്റെ മുഖം നോക്കുമ്പോ നല്ല പ്രകാശമുള്ള മുഖമാണ്. മരണപ്പെട്ടിട്ടൊരു വർഷം കഴിഞ്ഞെങ്കിലും അതാ അദ്ദേഹത്തിന്റെ ഖബറുങ്ങല് അതാ ആളുകൾ ഒത്തുകൂടുന്നുണ്ട്. അതാ അദ്ദേഹത്തിന് വേണ്ടി തഹ്ലീൽ ചൊല്ലുന്നുണ്ട്, ദിക്റുകൾ ചൊല്ലുന്നുണ്ട്. അദ്ദേഹത്തിന്റെ പാരത്രിക ജീവിതത്തിന് ഉതവുന്ന ഓരോ കാര്യങ്ങളും അതാ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകർ ചെയ്യുന്നുണ്ട്. എന്തേ കാരണം എന്നറിയോ? ഒരു സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകനതാ എത്രയോ ആളുകളാണ് ആ ഒരൊറ്റ ചെറുപ്പക്കാരന്റെ പ്രവർത്തനം കൊണ്ട് നന്നായി പോയത്, സുന്നത്ത് ജമാഅത്തിലേക്ക് വന്നു പോയത്. അതുകൊണ്ട് പ്രിയപ്പെട്ട ഉമ്മമാരോട്, പ്രിയപ്പെട്ട രക്ഷിതാക്കളോട് വിനയത്തോടെ പറയട്ടെ, മക്കള് നമ്മുടെ ഖുർറത്തു ഐനാകണം. നമുക്ക് ഇരു ലോകത്തും കണ്ണിന് കുളിർമയുള്ള മക്കളാകണമെങ്കിൽ ഈ കാലഘട്ടത്തിൽ ഏറ്റവും നല്ല പരിപാടി സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് വിടണേ ഉമ്മ. അതുകൊണ്ട് നമുക്ക് കിട്ടുന്ന നേട്ടം എന്താണെന്നറിയോ? നമ്മൾ മരണപ്പെട്ടു എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രവർത്തകരെവിടെയൊക്കെയുണ്ടോ അവിടെയെല്ലാം നമുക്ക് വേണ്ടി മയ്യത്ത് നിസ്കരിക്കും. അതിൽ തന്നെ സാദാത്തുക്കളുണ്ടാകും, ഉലമാക്കളുണ്ടാകും, തഹജ്ജുദ് മുടക്കാത്ത സാധാരണ പ്രവർത്തകരുണ്ടാകും. പ്രിയപ്പെട്ടവരെ, അവരുടെയൊക്കെ ദുആഇന്റെ സമയത്ത്, അവരുടെയൊക്കെ ദുആഇന്റെ സ്ഥലത്ത് നമുക്കും ഒരു ഇടം കിട്ടുകയല്ലേ.
അവരതാ നമുക്ക് വേണ്ടി ദുആ ചെയ്യുകയാണ്. റബ്ബേ, ഇന്ന നാട്ടിലെ ഇന്ന പ്രവർത്തകന്റെ ഉമ്മ മരണപ്പെട്ടു പോയിട്ടുണ്ട്, ആ ഉമ്മക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാ എന്ന് ആലിമീങ്ങൾ ദ്വാരക്കുമ്പോ, സാദാത്തുക്കൾ ദ്വാരക്കുമ്പോ അത് വിട്ടുകളയാൻ പറ്റുമോ? ഏതൊരു ഉമ്മാക്കും കൊതി വേണ്ടത് അതാണ്. അങ്ങനെ ഒരു മരണം, അങ്ങനെ ഒരു പ്രാർത്ഥന എനിക്കും നിങ്ങൾക്കും കിട്ടണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ആ മക്കളെ സുന്നത്ത് ജമാഅത്തിൽ പ്രവർത്തിപ്പിക്കണേ ഉമ്മ. സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് നമ്മുടെ മക്കളെ പറഞ്ഞു വിടണേ. അങ്ങനെ ആകുമ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞ മുനീർ പാലക്കലിന്റെ മഹത്വം നമുക്ക് മനസ്സിലാകുന്നത്. എന്തേ? വളരെ കുറഞ്ഞ കാലമേ ഉള്ളൂ ക്യാൻസർ എന്ന മാരക രോഗം അദ്ദേഹത്തെ പിടിപെട്ടിട്ടും അദ്ദേഹം അതാ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തനങ്ങളിൽ വളരെയധികം കണിശത കാണിച്ചു, വളരെയധികം പ്രാമുഖ്യം കൊടുത്തു. അപ്പൊ കൊടുത്തപ്പോഴോ അല്ലാഹു തആല അദ്ദേഹത്തിന്റെ ദറജ ഉയർത്തുകയാണ്. ഇന്നത്തെ കാലഘട്ടത്തിനെ കുറിച്ച് ഞാനെന്ത് പറയാനാണ്? വർത്തമാനകാല സാഹചര്യങ്ങൾ നമ്മളൊന്ന് പരിശോധിക്കുമ്പോ നമുക്ക് മനസ്സിലാകുന്നത്, കൗമാരക്കാരായ പ്രവർത്തകർ, എന്റെയും നിങ്ങളുടെയും മക്കൾ അതാ പല പ്രവർത്തനങ്ങളിലുമല്ലേ അല്ലാഹുവിന്റെയും അവന്റെ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അതാ വെറുപ്പ് പ്രകടിപ്പിച്ച, അതിനോട് അടുക്കുക പോലും ചെയ്യരുത് എന്ന് പറഞ്ഞ പല പല മേഖലകളിലേക്കും അതാ നമ്മുടെ മക്കളുടെ ശ്രദ്ധ തിരിഞ്ഞുപോയില്ലേ? നമ്മുടെ മക്കളുടെ പ്രവർത്തനങ്ങൾ അതിലേക്കായി പോയില്ലേ? അങ്ങനെയൊന്നും ആവാതിരിക്കാൻ ഏറ്റവും നല്ല മാർഗം എന്താണ്? അത് സുന്നത്ത് ജമാഅത്താണ്, അതിന്റെ പ്രവർത്തനങ്ങളാണ്, അതിലേക്ക് മക്കളെ പറഞ്ഞു വിടലാണ്. അങ്ങനെ പറഞ്ഞു വിടുമ്പോഴാണ് നമ്മുടെ മക്കൾ നമുക്ക് ഉപകാരമുള്ളവരായി തീരുക. പ്രിയപ്പെട്ടവരെ,